മണ്ണന്തലയിൽ ആ കൃത്യം നിർവഹിച്ച കൊലപാതകം നടത്തിയ സഹോദരനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷക കാണുന്നത്. അഖിൽ പാലോട്ട് മടച്ചിരുന്നു. അഖിൽ എവിടെ നിന്നാണ് ഈ സഹോദരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്? എന്താണ് വിശദാംശങ്ങൾ? നമ്പ്യാരെ, ഇപ്പോൾ മണ്ണന്തലയിൽ നടന്ന കൊലപാതകത്തിലെ പ്രതികൾ രണ്ടുപേർ, അതായത് കൊലപ്പെട്ട ആ പെൺകുട്ടിയുടെ സഹോദരൻ ഷംസാദും ആ കൂട്ടുകാരൻ, അതായത് പ്രതിയുടെ കൂട്ടുകാരനായ വൈശാഖിനെയുമാണ് വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ മണ്ണന്തല പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ നമുക്ക് ആ സ്റ്റേഷനിൽ തന്നെ ആ ദൃശ്യങ്ങൾ ഉണ്ട്. അവരെ പോലീസ് പരിശോധനയ്ക്ക് ശേഷം അവരെ കൂടുതൽ പരിശോധന അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് തന്നെ അറിയാം. രണ്ടുപേരും മദ്യലഹരിയിലാണ് ഉള്ളത്. വലിയ മദ്യലഹരിയിലാണ് രണ്ടു പ്രതികളും നിലവിൽ ഉള്ളത്. രണ്ടുപേരുടെയും വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് ഇപ്പോൾ അവരെ മണ്ണന്തല പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്. ഇന്ന് വൈകിട്ട് കൂടിയാണ് ഇതിലൊരു കൊല ഉണ്ടാകുന്നത്. ഈ ഷംസാന്റെ ദന്തൽ വേണ്ടിയിട്ടാണ് മണ്ണന്തലയിലെ ഒരു സ്വകാര്യ അപ്പാർട്ട്മെന്റിൽ ഇത്തരത്തിൽ റൂമെടുത്ത് താമസിച്ചത് എന്നതാണ് അപ്പാർട്ട്മെന്റിലെ മൊഴി അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റിലെ ഓണറുടെ മൊഴിയായി നമുക്ക് മനസ്സിലാക്കുന്നത്. അത് ഏത് തരത്തിൽ വിശ്വസിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം ഇവരുടെ അഡ്രസ്സ്, അതായത് ഈ അപ്പാർട്ട്മെന്റിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സാണെങ്കിൽ പന്തലക്കോടാണ് ഇവരുടെ അഡ്രസ്സായി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പോത്തൻകോട്ടുള്ള ഒരാൾക്ക് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ദന്തൽ കോളേജിലേക്ക് പരിശോധനയ്ക്കായി എത്താൻ ഇത്ര ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ താടി വെച്ച ആളാണോ ഷംഷാദ്? ആ ദൃശ്യങ്ങളിൽ കാണുന്ന ആളാണോ ഷംഷാദ്? നിലവിലിപ്പോൾ അവിടെ കാണുന്ന അവർ രണ്ടുപേരുമാണ്. അതിൽ വൈശാഖിനെയും ഷംസാദിനെയും തിരിച്ചറിയുന്നതിലൊരു ബുദ്ധിമുട്ടുണ്ട്. അകത്ത് ഇരിക്കുന്നതാണ് ഷംസാദ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇരിക്കുന്ന ആളാണ് പെൺകുട്ടിയുടെ സഹോദരൻ. അവിടെ നിൽക്കുന്നതാണ് ഷംസാദിന്റെ വൈശാഖ്. ഇവര് കൊലപ്പെടുത്താനുള്ള കാരണം വല്ലതും പോലീസിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടോ? പോലീസ് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? നിലവിൽ നമുക്ക് അറിയാനനുസരിച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടി നിലവിൽ വിവാഹമോചിതയായി കഴിയുന്ന ഒരു പെൺകുട്ടിയാണ്. കുടുംബ വഴക്കുകൾ നിലനിൽക്കുന്നു എന്നതാണ് നമുക്ക് അനൗദ്യോഗികമായി പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അറിയാൻ സാധിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള വേറെ ഏതെങ്കിലും കാരണം കൊണ്ടാണോ ഇത്തരത്തിലൊരു കൊലപാതകം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും വരാനുണ്ട്. കാരണം അപ്പോൾ ഇവർ മദ്യലഹരിയിലായതുകൊണ്ട് തന്നെ ഇവരുടെ മൊഴികളിൽ ചില വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോത്തൻകോടാണ് ഇവരുടെ സ്വദേശം. അപ്പോൾ പോത്തൻകോടിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ദന്തൽ ആശുപത്രിയിലേക്ക് വരിക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായ ഒരു കാര്യവുമില്ല. കാരണം അവിടെ ചികിത്സയുള്ള ദിവസങ്ങളിൽ വരിക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടായ ഒരു കാര്യമല്ല. പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ വന്ന് ഇവരൊരു അപ്പാർട്ട്മെൻ്റ് എടുത്ത് ചികിത്സയ്ക്ക് വേണ്ടി എന്ന് പറയുന്നത്? ഈ മാസം 14-ാം തീയതിയാണ് ചികിത്സയുടെ ഭാഗമായ ഈ അപ്പാർട്ട്മെൻറ്റ് വാടകയ്ക്ക് എടുക്കുന്നത്. ആദ്യം ഒരു ദിവസമാണ് എന്ന് പറഞ്ഞിട്ടാണ് വാടക എടുക്കുന്നത്. പിന്നീട് അത് എക്സ്റ്റെൻഡ് ചെയ്ത് പിന്നീട് തുടർ ദിവസങ്ങളിലേക്ക് പോവുകയായിരുന്നു. എന്തായാലും കൊല്ലപ്പെട്ട ഷഹ്നയുടെ, അതായത് ഈ ഷംഷാദിൻ്റെയും അതുപോലെ തന്നെ കൊല്ലപ്പെട്ട ഇർഷാനയുടെ പിതാക്കൾ ഈ അപ്പാർട്ട്മെൻറ്റിൽ എത്തുമ്പോഴാണ് ഷഹാന ഈ കട്ടിലിന് അരികിൽ മർദ്ദനമേറ്റ് കിടക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ തന്നെ അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയും പരിശോധന നടത്തുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഷംസയ്ക്ക് പരിക്ക്, അതായത് മുറിവേറ്റതിൻ്റെ, അതായത് അടികൊണ്ട് ചതവും മുറിവും ഒക്കെ വന്നതിൻ്റെ ഒക്കെ തന്നെ പാടുകൾ ശരീരത്തിലുണ്ടാകുന്നതാണ് നമുക്ക് സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ പ്രതികളെ ഇവിടെ സ്റ്റേഷനുള്ളിലേക്ക്, അതായത് ഈ പരിശോധന, അതായത് വൈദ്യപരിശോധനയിലേക്ക് നാളെയായിരിക്കും കൂടുതൽ
തെളിവെടുപ്പ് ഉണ്ടാവുക. തെളിവെടുപ്പ് നടത്തിയതിനു ശേഷം, കാരണം ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർ മദ്യലഹരിയിലാണ് നിലവിലുള്ളത്. അപ്പോൾ ആ മദ്യലഹരിയിലുള്ള ഇവരോട് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കാര്യം പറയുമ്പോൾ ഒരു മൊഴികളിലുണ്ടാകുന്ന അവ്യക്തത അത് പോലീസിനെ കൂടുതൽ കുഴപ്പത്തിലേക്ക് എത്തിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ നാളെ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് പോകാനാണ് നിലവിൽ പോലീസ് തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് വീണ്ടും ഒരു കൊലപാതകത്തിലേക്ക് പോവുകയാണ്. ഒരു കൂട്ടക്കൊലപാതകമെന്ന് പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും ഒരു അരുംകൊലയിലേക്ക് പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ഇപ്പോൾ പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം പേരൂർക്കട ജനറൽ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതികളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും കൂടുതൽ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും എന്തു കാരണം കൊണ്ടാണ് ഇത്തരത്തിലൊരു കൊലപാതകം ഉണ്ടായത് എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരിക. നമ്പ്യാർ. യെസ്, തിരുവനന്തപുരം മണ്ണന്തലയിൽ അരും കൊല, തലസ്ഥാന നഗരി മറ്റൊരു കൊലപാതകം കൂടി അരങ്ങേറിയിരിക്കുന്നു. സഹോദരൻ സഹോദരിയെയാണ് അടിച്ചു കൊന്നത്. ഷെഫീന ആണ് മരിച്ചത്. സഹോദരൻ ഷംഷാദിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒപ്പം ഷംഷാദിൻ്റെ സുഹൃത്ത് വൈശാഖും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. സംഭവം നടന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉടമയുടെ അരികിൽ നിന്ന് പോലും പോലീസ് മൊഴി എടുത്തിട്ടുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ്. ആ പ്രതികൾ എന്ന് സംശയിക്കുന്നവരെ സ്റ്റേഷനിൽ എത്തിച്ചതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷക കണ്ടത്. അഖിൽ പാലോട്ടുമടാണ്